റൈറ്റ് ഫ്രെയിംവർക്ക് ചൂസ് ചെയ്യുക എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ക്രൂഷ്യൽ ആയിട്ടൊരു പ്രോസസ്സാണ്. ഒരു ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ സിംപ്ലിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സ്പീഡ് ആക്കാനുള്ള ഒരു കളക്ഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് പറയാം. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഒരുപാട് ബാക്ക് ആൻഡ് ഫ്രെയിംവർക്ക്സ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന 3 ബാക്ക് ആൻഡ് ടെക്നോളജീസ് ആണ് ലെറാവൽ, ജാങ്കോ ആൻഡ് നോഡ് JS. ഈ ഓരോ ഫ്രെയിംവർക്കിനും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൺസേൺസും ഒക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഓരോ ഫ്രെയിംവർക്കിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ പ്രോൺസ്, കോൺസ്, പിന്നെ ഈ ഫ്രെയിംവർക്സിനെ ചൂസ് ചെയ്യാനുള്ള വ്യത്യസ്ത കാരണങ്ങൾ ലൈക്ക് ലേണിംഗ് കർവ്, കമ്മ്യൂണിറ്റി സപ്പോർട്ട്, പോപ്പുലാരിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സ്കെയിലബിലിറ്റി, സ്പീഡ് ഓഫ് ഡെവലപ്മെന്റ്, കോഡിംഗ് എന്നുള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻഷ്യൽ ടെക്നോളജി, മേൺ സ്റ്റാക്ക് തുടങ്ങിയ വീഡിയോ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിന്റെ മിഷൻ തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ക്യാപ്പ് എന്നവർക്കും IT കരിയർ എനേബിൾ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ ആം സാഹിർ. വെൽക്കം ടു ദി വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. ആദ്യമായിട്ട് നമുക്ക് ജാങ്കോ ഫ്രെയിംവർക്ക് നോക്കാം. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹൈ ലെവൽ പൈത്തൺ ലാംഗ്വേജ് ഫ്രെയിംവർക്കാണ് ജാങ്കോ എന്ന് പറയുന്നത്. ജാങ്കോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2005 ജാങ്കോ മോഡൽ വ്യൂ ടെംപ്ലേറ്റ് ആർക്കിടെക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. കോംപ്ലക്സ് പ്രോജക്റ്റിനും കോണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിനും APIസിനും ഡേറ്റാബേസ് ഡ്രിവൺ വെബ് ആപ്ലിക്കേഷൻസിലേക്കാണ് കോമൺലി നമ്മൾ ജാങ്കോ യൂസ് ചെയ്യുന്നത്. ജാങ്കോയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ജാങ്കോ ഹൈലി സ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് സെക്യൂരിറ്റി ബ്രീച്ചസ് ഒന്നും ഡെവലപ്ഡ് ആപ്ലിക്കേഷനിൽ പോസിബിൾ അല്ല. ജാങ്കോയുടെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്, പിന്നെ ഡീറ്റെയിൽ ഡോക്യുമെന്റേഷൻ അവൈലബിൾ ആണ്, പിന്നെ API ഡെവലപ്മെന്റിന് നല്ലതാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ലെറാവൽ നോക്കാം. ലെറാവൽ ഓപ്പൺ സോഴ്സ് PHP ഫ്രെയിംവർക്കാണ്. ഇത് ഇൻട്രൊഡ്യൂസ് 2006 ലെറാവലിൽ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ലെറാവൽ വഴി ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെറാവലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബിൽഡ് ഇൻ ബ്ലേഡ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ട് ലേഔട്ട്സ് ഉണ്ടാക്കാൻ കഴിയും. ലെറാവൽ MVC അല്ലെങ്കിൽ മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്ന ആർക്കിടെക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. ലെറാവലിന്റെ ഇത്രയും പോപ്പുലാരിറ്റി കാണുമെന്ന് പറഞ്ഞാൽ ലെറാവലിന്റെ ഓപ്പൺ സോഴ്സ് നേച്ചറും പിന്നെ യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിയുമാണ്. മൂന്നാമത്തെ ബാക്ക് ആൻഡ് ഫ്രെയിംവർക്കാണ് നോഡ് JS. നോഡ് JS എന്ന ക്രോം V8 എഞ്ചിൻ ബിൽഡ് ചെയ്തിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്കാണ്. നോഡ് JS ഇവന്റ് ഡ്രിവൺ ആണ്. കൂടാതെ നോൺ ബ്ലോക്കിംഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് കാരണം നമുക്ക് കൺകറന്റ് റിക്വസ്റ്റ് ഒക്കെ എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. നോഡ് JSന്റെ ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോഡ് JSന്റെ NPMലൂടെ ഒരുപാട് ലൈബ്രറീസും മോഡ്യൂൾസും ഒക്കെ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇതിലൂടെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് എളുപ്പത്തിൽ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ നോഡ് JS ത്രെഡ് ബേസിലാണ് റൺ ചെയ്യുന്നതെങ്കിലും ഒരുപാട് ക്ലയന്റ് റിക്വസ്റ്റ് ഒക്കെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് 3 ഫ്രെയിംവർക്ക് ബേസിൽ നമുക്ക് ഇതിൻ്റെ മുന്നേ കമ്പാരിസൺ നോക്കാം. ഫസ്റ്റ് വൺ ജാങ്കോ. എഫിഷ്യൻ്റ് ആയിട്ട് പ്രോഗ്രാംസിനെ കൊണ്ട് കോഡ് എഴുതിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. നേരത്തെ സൂചിപ്പിച്ചത് പൈത്തൺ ലാംഗ്വേജിലെ ഫ്രെയിംവർക്കാണ്. ഇത് MBT ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തെ ലെറാവൽ. ക്വിക്കായിട്ട് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഉദ്ദേശത്തിലാണ് ലെറാവൽ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇത് MVC ആർക്കിടെക്റ്റും ഓപ്പൺ സോഴ്സും ആണ്. PHP ലാംഗ്വേജിന്റെ ബാക്ക് ആൻഡ് ഫ്രെയിംവർക്കാണ് ലെറാവൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോഡ് JS. എഫക്റ്റീവ് മാനറിൽ കോഡ് എഴുതുക എന്ന ഉദ്ദേശത്തിലാണ് നോഡ് JS ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന ഒരു ഫ്രെയിംവർക്കാണ് നോഡ് JS എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാക്ക് ആൻഡ് ഫ്രെയിംവർക്കും കൂടിയാണ് നോഡ് JS എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോപ്പുലാരിറ്റിയുടെ കാര്യം കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ട്രെൻഡ് ചെന്നിട്ട് ഈ 3 ഫ്രെയിംവർക്സിൻ്റെ പോപ്പുലാരിറ്റി ചെക്ക് ചെയ്യാം. നമുക്ക് കഴിഞ്ഞ 5 വർഷത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 3 ഏകദേശം പോപ്പുലാരിറ്റി സെയിമൊക്കെയാണെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ലെറാവലിൻ്റെ പോപ്പുലാരിറ്റി ഒന്ന് കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് ഈ ഒരു ഇമേജിൽ സൂചിപ്പിക്കുന്നത്. ഇനി ലേണിംഗ് കർവ്, പഠിക്കാൻ ഏതാണ് ഏറ്റവും എളുപ്പം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ലെറാവലാണ് ഏറ്റവും പാടായിട്ടുള്ളത്. ഈ 3 ഫ്രെയിംവർക്സിലും ഏറ്റവും പാടായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത് ലെറാവലാണെന്നുള്ളത്. എന്നാൽ ലെറാവലിന് ഡീറ്റെയിൽ ഡോക്യുമെന്റേഷൻ, ലെറാക്കാസ് പോലുള്ള ടൂൾസൊക്കെ അവൈലബിൾ ആണ്. രണ്ടാമത് പഠിക്കാൻ പാടുള്ള നോഡ് JS ആണ്. ഇതിന് പ്രധാന കാരണം നോഡ് JSന്റെ അസിൻക്രണസ് പ്രോഗ്രാമിംഗ് നേച്ചറാണ്. ഈ 3 ഫ്രെയിംവർക്കിൽ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നത് ജാങ്കോ ആണ്. ഇനി നമ്മൾ സ്കെയിലബിലിറ്റി, പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യുന്നത് സ്കെയിലബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ വെർഷൻ എൻ്റർ ചെയ്യുമ്പോൾ ലെറാവൽ കോംപ്ലക്സ് ആകും. പിന്നെ പോലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാക്കി 2 ഫ്രെയിംവർക്ക് വെച്ച് നോക്കുമ്പോൾ ലെറാവൽ അത്രയ്ക്ക് ബെറ്റർ അല്ല അതിന്റെ പെർഫോമൻസ്. ജാങ്കോ എന്ന് പറഞ്ഞാൽ ക്രോസ് പ്ലാറ്റ്ഫോമിന് ബെറ്റർ ആണ്. സ്കെയിലബിലിറ്റിയും പെർഫോമൻസും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളതാണ് ജാങ്കോ എന്ന് പറയുന്നത്. നമുക്കൊരു 4 ഒക്കെ റേറ്റിംഗ് കൊടുക്കാൻ ജാങ്കോക്ക് സ്കെയിലബിലിറ്റിയുടെ പെർഫോമൻസിന്റെ കാര്യത്തിൽ. ഈ സ്കെയിലബിലിറ്റിയുടെയും പെർഫോമൻസിന്റെ കാര്യം പറയുന്നത് ഈ 3 ഫ്രെയിംവർക്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോഡ് JS ആണ്. അതിന് പ്രധാന കാരണം അതിന്റെ അസിൻക്രണസ് നേച്ചർ തന്നെയാണ്. നമുക്ക് ഒരു 4.55 റേറ്റിംഗ് നോഡ് JSന് കൊടുക്കാനാണ്. ഈ പറഞ്ഞ 3
ഫ്രെയിം വർക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇനി നമ്മൾ ക്ലീൻ ആർക്കിടെക്ചർ എന്നൊരു മോഡൽ നമ്മൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെറാവലിനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ കാരണം അതിൻ്റെ റിയലിസ്റ്റിക് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് സിൻടാക്സ് ആണ്. കൂടാതെ ലെറാവൽ MVC പാറ്റേൺ ആണ് നോക്കുന്നത്. രണ്ടാമത് ജാങ്കോ MVT പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത് നോഡ് ജെയ്സ് ഇവന്റ് ഡ്രിവൺ ആർക്കിടെക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ റിലേ ചെയ്യുന്നത് ഇവന്റ് ഡ്രിവൺ അല്ലെന്നുണ്ടെങ്കിൽ യൂസർ ചോയ്സസിനെയാണ്. ഇനി നമ്മൾ കോഡ് വെച്ച് 3 പ്രോഗ്രാമിനുള്ള കോഡ് വെച്ച് കമ്പയർ ചെയ്യാം. നമുക്ക് അതിൻ്റെ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹലോ വേൾഡ് എന്നുള്ള പ്രോഗ്രാം എഴുതി നോക്കാം. നമുക്ക് ഈ കോഡ് നോക്കി കഴിയാം. ലെറാവലിൽ സിമ്പിൾ ഹലോ വേൾഡ് എഴുതുമ്പോൾ 17 ലൈൻ ഓഫ് കോഡുണ്ട്. നോഡ് ജെയ്സിൽ 8 ലൈൻ ഓഫ് കോഡുണ്ട്. എന്നാൽ ജാങ്കോയിൽ 5 ലൈൻസ് ഓഫ് കോഡ് മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജാങ്കോ ആണ് ലീസ്റ്റ് ലൈൻ ഓഫ് കോഡ് വെച്ചിട്ട് നമുക്കൊരു പ്രോഗ്രാം എഴുതാൻ പറ്റുന്നതെന്നുള്ളതാണ്. നമ്മൾ സെക്യൂരിറ്റിയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നോഡ് ജെയ്സിൽ ഒരുപാട് സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് കാണാൻ കഴിയും. ജാങ്കോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വൾണറബിലിറ്റീസും സ്ക്രിപ്റ്റിംഗ് അറ്റാക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഡെവലപ്പേഴ്സിന് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ എറേഴ്സിനെ കുറിച്ചുള്ള അലേർട്സും ജാങ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മൂന്നിലും സെക്യൂരിറ്റി ഫീച്ചർ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രെയിം വർക്കാണ് ലെറാവൽ എന്ന് പറയുന്നത്. ലെറാവൽ ഹാഷ്ഡ് പാസ്വേഡ് മെത്തേഡിലാണ് എല്ലാ പാസ്വേഡും സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, SQL ഇഞ്ചക്ഷനെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് ലെറാവലിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോസസ്സറാണുള്ളത്. സോ ഈ 3 ഫ്രെയിം വർക്കിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമ്പാരിസൺ മനസ്സിലാക്കി. ഇനി ഈ 3 ഫ്രെയിം വർക്കിൻ്റെ ജോലി സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറാവലിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറന്റ് സിനാരിയോയിൽ ജോബ് ഓപ്പണിങ്സ് കുറവാണ്. എന്നാൽ ജാങ്കോയ്ക്കും നോഡ് ജെയ്സിനും ഓപ്പണിങ്സ് വളരെയധികം കണ്ടുവരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്ക് ആൻഡ് ഫ്രെയിം വർക്ക്സിൽ ബെറ്റർ ജാങ്കോയോ നോഡ് ജെയ്സ് ആണ്. കൂടാതെ ഇതിൽ എനിക്ക് പേഴ്സണൽ സജഷൻ ജാങ്കോ ഉണ്ട്. കാരണം ജാങ്കോ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാങ്കോ പഠിച്ചാൽ നിങ്ങൾക്ക് ഡേറ്റാ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ് തുടങ്ങിയ മേഖലയിലോട്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും. സോ ഈ വീഡിയോ വളരെ ഇൻഫർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.